ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞാൻ ഈ ഏഷ്യാനെറ്റ് അവാർഡിൻ്റെ സമയത്ത് ടൊവിനോനെ കണ്ട സമയത്താണ് എൻ്റെ അടുത്ത് ചേട്ടൻ എന്തേ വരാനും ചോദിച്ചു. നല്ല ആളട്ടോ, ചേട്ടനെ വിളിച്ചിട്ട് നമ്മളെ പടത്തിൽ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ബാദുഷേ, കുറച്ച് ഉളുപ്പ് വേണം. സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളർ 20 ലക്ഷം രൂപ കടം വാങ്ങി തിരിച്ചു കൊടുത്തില്ല. വിളിച്ചാൽ ഫോണും എടുക്കില്ല. അവസാനം പേര് സഹിതം വെളിപ്പെടുത്തി ഹരീഷ് കണാരൻ. ഏതോ ഒരു മാളിന്റെ ബാക്കിൽ കുറച്ച് സ്ഥലം മേടിക്കാൻ വേണ്ടിയാണ് പണം വാങ്ങിയത്. എന്നാൽ ടൊവിനോ ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തു വന്നത്. ഒരു അവാർഡ് ഷോയ്ക്ക് പോയി മടങ്ങുമ്പോൾ ടൊവിനോയുമായി സംസാരിക്കുമ്പോഴാണ് സംഭവങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ARM സിനിമയിൽ അഭിനയിക്കാൻ ചേട്ടൻ എന്താണ് വരാത്തതെന്ന് എന്നോട് ടൊവിനോ ചോദിച്ചു. ചേട്ടന് ഡേറ്റ് ഇല്ല, വിളിച്ചിട്ട് ഒരു മറുപടിയുമില്ല എന്നൊക്കെയാണ് ബാദുഷ പറഞ്ഞതെന്ന് ടൊവിനോ പറഞ്ഞു. അങ്ങനെയാണ് സംഭവം പുറത്തായത്. അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ തമാശയുടെ രൂപം മാറിയതുകൊണ്ട് ആരും തന്നെ വിളിക്കാത്തതാവും എന്നാണ് വിചാരിച്ചത്. പിന്നെ പൈസ തിരിച്ചു ചോദിച്ചു. കാരണം ഞാൻ 3-4 കൊല്ലമായിട്ട് ഈ പൈസ ചോദിച്ചിട്ടില്ല. 20 ലക്ഷം രൂപ അയാൾക്ക് കടമായി നൽകി. 4 വർഷം ഞാൻ ആ പണം തിരികെ ചോദിച്ചില്ല. എന്റെ വീട് പണി തുടങ്ങിയ സമയത്ത് ഞാൻ പണം തിരികെ ചോദിച്ചു. അപ്പോൾ ഓരോ ഒഴിവു കഴിവുകൾ പറഞ്ഞു തുടങ്ങി. രണ്ടാഴ്ച ആകൂല സാറേ, കൂടി വന്ന 2 മാസം അല്ലേ? എന്തൊക്കെയാണെങ്കിലും ബാദുഷ് ചെയ്തത് വലിയ തെറ്റ് തന്നെ. ARMലെ പറഞ്ഞു വെച്ച റോൾ പോലും തട്ടിത്തെറിപ്പിച്ചു. കൊടുത്ത പൈസ തിരിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒരാളുടെ അന്നം മുട്ടിക്കുന്ന പണി കൂടിയാണ് ആ പ്രൊഡക്ഷൻ കൺട്രോളർ ഹരീഷ് കണാരനോട് ചെയ്തത്. കടം കൊടുക്കൽ വാങ്ങലൊക്കെ ജീവിത പ്രാരാബ്ധ ഘട്ടങ്ങളിൽ സ്വാഭാവികമാണെങ്കിലും ഹരീഷിനോട് ഈ കാണിച്ചത് തികച്ചും നീതികേടാണ്.